അരുൺ സോളമനാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും മഴയുണ്ടോ ചോദിക്കുകയായിരുന്നു. അരുൺ മാത്രമാണ് ഇപ്പോൾ കൊട ചൂടി വന്നേക്കുന്നത്. എന്താണ് ഒരു മഴ സാഹചര്യം? പലയിടത്തും പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്യുന്നതാണെങ്കിൽ മലബാറിൽ പരക്കെ മഴയാണ്, പത്തനംതിട്ടയിൽ മഴയുണ്ട്, തിരൂരിൽ ഒറ്റപ്പാലത്തൊക്കെ മഴയാണെന്നാണ് പറയുന്നത്. വിനീത, ഇപ്പോൾ തലസ്ഥാനത്ത് ചെറിയൊരു മഴ ആരംഭിച്ചിരിക്കുകയാണ്. പൊതുവിൽ ഇന്ന് സംസ്ഥാനത്ത് മലബാറിൽ തന്നെയായിരിക്കും ഒരു ശക്തമായിട്ടുള്ള മഴ സാഹചര്യമുള്ളത്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ചക്രവാത ചുഴിയാണ്. 24 മണിക്കൂറാകുമ്പോൾ ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് ശക്തമായ മഴ കേരളത്തിലുടനീളം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വരുന്ന അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു മഴ നമുക്ക് എന്തായാലും കണക്കിലെടുക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അതേസമയം വരുന്ന അടുത്ത 3 മണിക്കൂറുകളിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നിലവിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാഹചര്യമുണ്ട്. പൊതുവിൽ നിലവിൽ വലിയൊരു മുന്നറിയിപ്പുകളൊന്നും ഇല്ലായെങ്കിൽ പോലും മലബാർ ഭാഗങ്ങളിലായിരിക്കും ഇന്ന് ശക്തമായിട്ടുള്ള മഴ സാഹചര്യമുള്ളത്. പ്രത്യേകിച്ചും മലയോര മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാറി താമസിക്കണം. അധികൃതരുടെ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും മലയോര മേഖല അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ കനത്ത ജാഗ്രത പുലർത്തണം. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉള്ളതുപോലെ തന്നെ അവിടെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിന് കൂടി സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ കൂടി ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിനീത, ശരി അരുൺ, ഇന്നിപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് കേരള സർവകലാശാലയിലേക്കാണ്. അവിടെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ ഒരു പുനരാലോചന ഉണ്ടാകുമോ? സസ്പെൻഷൻ റദ്ദാക്കണമെന്നതിൽ വലിയ സമ്മർദ്ദമുണ്ടല്ലോ. ഈ ഭാരതാംബ വിവാദത്തിനൊടുവിലാണ് ഈ രജിസ്ട്രാർ KS അനിൽകുമാറിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെ അദ്ദേഹം വെള്ളിയാഴ്ച ഹൈക്കോടതി സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. രൂക്ഷമായിട്ടുള്ള വിമർശനം ജസ്റ്റിസ് N നാഗരേഷ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിൽ നിന്ന് നേരിടേണ്ടി വന്നു. ഇതിന് പിന്നാലെ ഈ സിൻഡിക്കേറ്റും അതുപോലെ തന്നെ സർവകലാശാലയും 2 തട്ടിലാണെന്നുള്ളൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ഈ നേരത്തെ തന്നെ ഈ വൈസ് ചാൻസലറായിട്ടുള്ള ഈ മോഹൻ കുന്നുമേലിന് കത്ത് നൽകിയിരുന്നു. ഈ സിൻഡിക്കേറ്റ് കൂടാനായിട്ട്, അടിയന്തര സിൻഡിക്കേറ്റ് കൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇടത് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു അനുകൂല സമീപനം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് സർവകലാശാലയിൽ എത്തിയപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് 11 മണിയോടുകൂടിയായിരിക്കും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുക. പ്രധാനമായിട്ടും ഈ യോഗത്തിലെ അജണ്ടകൾ പ്രധാനമായും ഈ സസ്പെൻഷൻ തന്നെയാണ്. ഇതിന് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സർവകലാശാല നൽകേണ്ടതുണ്ട്. പ്രധാനമായും കോടതി ഉന്നയിച്ചത് 2 സത്യവാങ്മൂലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം. ഒന്ന്, സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം ഈ എന്ത് മതചിഹ്നമാണ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. അതിൽ ഹിന്ദു ദേവതയാണെന്നുള്ളത് മറുപടി നൽകിയെങ്കിലും അതിൽ വലിയ വിവാദമൊക്കെ നേരിട്ടിരുന്നു. കാരണം ഒരു പതാക ഏന്തിയ സ്ത്രീ ആയിരുന്നു എന്നുള്ളത് ഈ KS അനിൽകുമാറിൻ്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞപ്പോൾ തന്നെ അത് നിർഭാഗ്യകരമാണ് എന്നുള്ളത് തന്നെയായിരുന്നു കോടതി രൂക്ഷമായി വിമർശിച്ചത്. മറ്റൊന്ന്, ഈ പുറത്ത് SFI KSU പ്രവർത്തകർ ഈ പോലീസുമായി നടത്തിയ വാക്കേറ്റവും വലിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അതിൽ ക്രമസമാധാന ചുമതലയിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസും വിശദീകരണം നൽകണമെന്നുള്ളതായിരുന്നു കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെയാണ് വീണ്ടും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. അതിന് മുന്നോടിയായിട്ടാണ് വിനീത ഇന്നിപ്പോൾ 11 മണിക്ക് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുക. മറുഭാഗത്ത് പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനമല്ലേ വൈസ് ചാൻസലർക്കെതിരെ? ഒരു സംശയം വേണ്ട വിനീത. കാരണം നിലവിൽ ഈ മോഹനൻ കുന്നുമേൽ റഷ്യയിലേക്ക് 8 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ തന്നെ ഈ ചാൻസലർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇപ്പോൾ വൈസ് ചാൻസലറായിട്ട് ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ടുള്ള സിസ തോമസിനാണ്. നേരത്തെ തന്നെ സർക്കാരുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സിസ തോമസ്. അതുകൊണ്ട് തന്നെ സിസ തോമസ് ഈ സ്ഥാനത്ത് വന്നപ്പോൾ തന്നെ SFI തുടക്ക ദിവസത്തിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്നുള്ള ദിവസം
ദിവസങ്ങളിലും സിസ്ത തോമസിനെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. കാരണം ഈ വരുന്ന 4 ദിവസങ്ങളിലാണ് അവർക്ക് ചുമതലയുള്ളത്. ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഈ അനിൽകുമാറിനെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സ്ഥാനത്തിലേക്ക് തിരികെ കയറ്റണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ SFIയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നൽകിയിരിക്കുന്നത്. കാരണം ബിന്ദു നേരിട്ട് തന്നെ നിർദ്ദേശം സിസ്ത തോമസിന് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ അനിൽകുമാറിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഒരു അനുകൂല സമീപനത്തിന് ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത്, അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റൊന്ന് SFIയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും. കാരണം ഇത് കഴിഞ്ഞ ഗവർണർ ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ കണ്ടതാണ്. അതിൻ്റെ തുടർച്ച വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് പുതിയ ഗവർണർ വന്നപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി ഈ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് പുതിയ ഗവർണർ വന്നപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ ഭാരതാംബ വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ഒരു സർവകലാശാലയിലെ ഹാള് അത് അനന്ത പത്മനാഭ സേവാ സമിതിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ ഈ ഭാരതാംബ വിവാദം ഉയർന്നു വരുന്നു. അതിൽ ഒരു പ്രത്യേക ഒരു നീക്കം അല്ലെങ്കിൽ ഒരു അജണ്ട, ഈ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ് ഗവർണർ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നമുക്ക് കാണാം.